പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ശക്തിമാനാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന യേശുവിനുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ശക്തിയും കൃപയും കൊണ്ടാണ് യേശു സുവിശേഷം പ്രസംഗിച്ചത്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്. യേശു നമ്മളെ പ്രാർത്ഥിച്ചു കാണിച്ചു, നമുക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്ക് കൂടുതൽ കൃപകൾ സ്വീകരിക്കാം. യേശു പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തിയതുപോലെ നമുക്കും യേശുവുമായിട്ട് ഗാഢബന്ധം പുലർത്തുവാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നാം കൂടുതൽ ദൈവസ്നേഹത്തിലും കൃപയിലും വളരുകയാണ്.